ഹായ് ഫ്രണ്ട്സ്, ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടാറ്റോ കറിയാണ്. തേങ്ങയൊന്നും അരച്ച് ചേർക്കാത്ത നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു പൊട്ടാറ്റോ മസാല കറിയാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള 5 ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വേവിച്ച് വെക്കുക. അപ്പോൾ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും പിന്നെ 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കടുകും ജീരകമൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു റോ സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 4 സവോള ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. വലിയ സവോളയാണെങ്കിൽ 3 എണ്ണം ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് ചെറുതായിട്ട് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സവോള നന്നായിട്ട് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റാം. പിന്നെ സവോള നന്നായിട്ട് കുക്കായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോഴേക്കും നമ്മുടെ സവോള നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. അടച്ചു വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3-4 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളർ ഉണ്ടാവും, അധികം എരിവും ഉണ്ടാവില്ല. ഇപ്പോൾ സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അതിൻ്റെ അളവ് കുറച്ച് കൊടുക്കാം. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചുമൊക്കെ ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയൊക്കെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകില്ല. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ശരിക്കും ഈ ഉള്ളി കിടന്ന മസാലയൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മീഡിയം സൈസിലുള്ള 3 തക്കാളിയാണ് ചേർത്തത്. വലിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം ചേർത്താലും മതിയാവും. തക്കാളിയൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തക്കാളിയൊക്കെ ചെറുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം 2-3 മിനിറ്റ് നേരത്തേക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും. അതുപോലെ നമ്മൾ ചേർത്ത മസാലയും തക്കാളിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടുകയും ചെയ്യും. ശരിക്കും ഈ മസാലയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇപ്പോൾ തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തവി ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയിലുള്ള എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഓയിലൊക്കെ സൈഡിൽ നിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ചൂടായിരിക്കുന്ന കറിയിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ചൂടായ വെള്ളം തന്നെ ഒഴിക്കാൻ നോക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ അതനുസരിച്ചിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഗ്രേവി ആയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഗ്രേവി കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളവും കുറച്ച് കൊടുക്കാം.
ഇനി ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ കറി നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ പൊട്ടാറ്റോ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 1/4 കപ്പ് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മല്ലിയില ചേർത്തതിന് ശേഷം നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഇത് കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം വെള്ളത്തിൻ്റെ അളവ് ചേർക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടൈപ്പ് കറിയാണിത്. നമ്മളിതിൽ തേങ്ങ ഒട്ടും തന്നെ അരച്ച് ചേർത്തിട്ടില്ല. എങ്കിൽ തന്നെയും ഈ മസാലയും ഉള്ളിയും തക്കാളിയൊക്കെ ചേർന്നിട്ട് ഇതിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് കറി തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് തന്നെ വിചാരിക്കുന്നു. അതുപോലെ ഈ റെസിപ്പിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.